ആക്ഷൻ. ഷാന പല്ലൊക്കെ തേച്ച് ചായ കുടിച്ചു. എന്നെ എവിടിക്കാ മിന്നുവിന്റെ മണ്ടക്കാണോ വെള്ളാക്കുന്നത്? എന്നാ മിന്നു പാവം ഒന്നും ചോദിക്കാത്തോണ്ട് അല്ലേ? ഡേറ്റ് ഇല്ലാത്തോണ്ട് മിന്നു. എന്താ ഇവിടെ ഒരു മങ്ങല് പാത്രം. അപ്പൊ എന്തായി? ഗെറ്റ് റെഡി. നിസ്കരിക്കണ്ടോ? ഫോണിലെ ലൈറ്റ് കാണുന്നുണ്ടല്ലോ മിന്നു. അപ്പം ഷാന അങ്ങനെ മദ്രസയിൽ പോകാനായിട്ട് റെഡിയായിട്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒപ്പം തന്നെ പതിവ് തെറ്റിക്കാതെ തന്നെ മിന്നു എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ തലേ ദിവസം വൈകുന്നേരം നനക്കേണ്ടതിന് പകരം ഞാനത് വിട്ടുപോയി. പിന്നെ ഇരുട്ടായപ്പോൾ പിന്നെ നനക്കാനൊന്നും നിന്നില്ല. ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ നനച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം ഞാൻ കാലത്തല്ല സാധാരണ അതിനൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാറ്, വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. അപ്പം അതാവുമ്പോൾ ആ ഒരു നൈറ്റ് ഫുള്ള് ആ തണുപ്പിലും പിന്നെ പിറ്റേന്ന് നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. കാലത്ത് നമ്മൾ അല്ലെങ്കിൽ തന്നെ മറ്റു പല പരിപാടികളൊക്കെ ആയിട്ട് ധൃതിയായിരിക്കും, കാലത്തൊരു തിരക്കായിരിക്കും. അപ്പം എന്തുകൊണ്ടും എളുപ്പം നമുക്ക് വൈകുന്നേരം ഇതൊക്കെ നനച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഷാന എന്തൊക്കെയോ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്. ഞാൻ വീഡിയോ സെറ്റാക്കുന്നതിനും ക്യാമറ ട്രൈപോഡ് ശരിയാക്കുന്നതിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തെങ്ങ് ഇതാ നല്ലവണ്ണം വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓലയൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങി. മറ്റേത് ഇങ്ങനെ കൂടി ചേർന്നിട്ടുള്ള ഓലയല്ലേ ഉണ്ടാവാറ്. ഇപ്പം ഇങ്ങനെ വിട്ട് ഈർക്കിളി രൂപത്തിലൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടേതായ ഒരു കലാതീനത്തിൽപ്പെട്ട ഈ ഒരു ചെടി ഇപ്പം നന്നായിട്ട് തന്നെ പടർന്നു വരുന്നുണ്ട് കേട്ടോ. അത് അടിയിൽ നിന്ന് ഇങ്ങനെ വേരിക്കൂടെ ഇങ്ങനെ ഒരുപാട് എണ്ണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വീട്ടിലേക്കും കൊണ്ടുപോയി, അതേപോലെ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് അമ്മായിക്ക് വന്നിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതുകൊണ്ട് എനിക്കൊരു പുതിയ പരിപാടി ഉണ്ട്. എന്തായാലും ഇൻഷാ അള്ളാ അത് ഞാൻ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു ചെടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം അതിനുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ബുഷ് ടൈപ്പ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അത് ഒരു 4 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 ഉണങ്ങിപ്പോയിട്ടോ, ബാക്കി 3 എണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബ്ലാക്ക് പോട്ടിൽ നമ്മുടെ റോസാണ് കേട്ടോ. അത് കൊള്ളുന്ന പാടെ അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത തരത്തിൽ ഒരു മൊട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ഉണങ്ങിപ്പോയിട്ടോ. അപ്പം അത് വലിയൊരു കാര്യമില്ല, ഗുണമില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഞാനതിനെ ഒഴിവാക്കിയിട്ടില്ല. നമ്മളങ്ങനെ വിചാരിക്കുന്നിടത്താണ് കേട്ടോ തെറ്റ്. കാരണം അതിനെ തലോടി വളർത്തി ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് എൻ്റെ ഒട്ടുമിക്ക പ്ലാന്റുകളും ഇവിടെ ഉള്ളത് കേട്ടോ. കാരണം ഒന്ന് ഉണങ്ങിപ്പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ എടുത്ത് കളയരുത് കേട്ടോ. ആരവിടെ കരയണേ? മിന്നിയാണോ കരയണേ? മിക്കി മൗസിന്റെ കുപ്പായി കിട്ടുകണ, ചന്ത കുപ്പായി. എന്തിനു കരയണേ? താത്ത എവിടെ? താത്ത പോയി. നിനക്ക് വേണ്ട കിട്ടിയോ? വേടിക്ക്. എന്താണ്? അടക്ക്, ഫ്രിഡ്ജ് അടക്ക്. അടക്കേന്ന്. എന്നാ മാറി, ഞാൻ അടക്കട്ടെ. വേടിക്ക്. സോസാണോ വേണ്ട? ഞാൻ അടക്ക്. ഫ്രിഡ്ജ് അടച്ചോ? താങ്ക് യു. കിട്ടിയാ? അപ്പം നമുക്കിന്ന് ഉച്ചക്കത്തേന് പ്രത്യേക ഭക്ഷണമൊന്നും വേണ്ട. തലേ ദിവസത്തെ മീൻകറി ഉണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഇപ്പുറത്തെ സ്റ്റവിൽ നമുക്ക് ചോറ് ഷാനയ്ക്ക് കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? ഓയിൽ പോലെയല്ലേ? നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം എത്രത്തോളം തണുപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് പാടായതുകൊണ്ട് അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റും ക്ലൈമറ്റൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഇവിടെ വാ, ഇതിനായിരുന്നു നീ ഷൂ ഇട്ടിറങ്ങിയല്ലേ? ഇവിടെ വാ. ഷൂ കാണിച്ചെന്ന് ഇട്ട് കൊടുത്തിട്ട് കണ്ടോ, ഒറ്റയ്ക്ക് പോയി നിൽക്കുക. ഞാൻ കിച്ചണില. ഇവിടെ വാ. ഒറ്റയ്ക്കൊക്കെ ഇറങ്ങാനായി പെണ്ണ്.
പിന്നെ അതാ അതിലേക്ക് സൈഡായിട്ട് നമ്മുടെ തലേ ദിവസം അയില ഫ്രൈ ചെയ്തതിൻ്റെ ഒരു 4 ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ, ഫ്രീസറിൽ മസാലയൊക്കെ തേച്ചിട്ട്. അപ്പം അതെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് മുളക് കറിയും കൂടെ കൊടുക്കാമെന്നാണ് ഷാനാക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പം അങ്ങനെ ഷാന വണ്ടിയൊക്കെ വന്ന് സ്കൂൾക്ക് പോയി. പിന്നെ ഞങ്ങൾ ആ ഒരു സമയം തന്നെയാണ് കേട്ടോ, ഞാനും മിന്നും ഷാന ചായ കുടിക്കുന്ന ആ ഒരു സമയം തന്നെ വേഗം ചായയൊക്കെ കുടിച്ച്, ഇന്ന് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ചെറുതായിട്ടൊരു പ്ലാന്, കായികാധ്വാനം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം മിന്നും എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ട്. മിന്നു ഇപ്പം ഇനി എന്തായാലും ഒരു 11-11:30 കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു സമയം മിന്നുവിന് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നടക്കുകയും ചെയ്യുക, എനിക്ക് എൻ്റെ പണിയും നോക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഷൂ ഒക്കെ ഇടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷൂ ഇടാൻ ഭയങ്കര പണിയാണ്. എന്നാൽ ഇടുമ്പോൾ അവൾക്ക് നല്ല സുഖമായിരിക്കും കേട്ടോ. കാരണം എന്താ പറയുക, ലേസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളൊരു ഷൂ ആണ് കേട്ടോ. അവൾക്ക് നടക്കുമ്പോഴൊക്കെ സുഖമായിരിക്കും. പക്ഷെ എനിക്ക് ഇടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഷൂ ടൈപ്പ് അല്ലാതെ ബാക്കിൽ വള്ളിയൊന്നും ഇല്ലാത്ത ഒരു സ്ലിപ്പർ ഞാൻ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആൾക്കത് പറ്റുന്നില്ല കേട്ടോ. ആളത് ഇടുന്നില്ല, ഊരിക്കളയാണ് കേട്ടോ. അപ്പം അവൾക്കും ഇഷ്ടം ഈ ഒരു ഷൂ തന്നെയാണ് തോന്നുന്നത്. അതേപോലെ വേറെയും ഒരു ടൈപ്പ് എന്താ പറയുക, ഷൂ ടൈപ്പ് അല്ലാത്തത് വാങ്ങിച്ചു കൊടുത്ത്, അത് ഇട്ട് കഴിഞ്ഞ് കരയും, അത്രയും പേടി, ബാക്കിൽ ഇലാസ്റ്റിക് ഉള്ളത്. അപ്പം അതും അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഇടാതെ. ഇപ്പം അത് കൊള്ളാതെയായി, ചെറുതായിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു മൂലഭാഗം കുറച്ചിങ്ങനെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു മാറ്റം വരുത്താൻ ഡെക്കറേഷൻ പരിപാടി ഒന്നുമല്ല, നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന മെറ്റലൊക്കെ കൊടുത്തിട്ട് ഇവിടെ കൂട്ടിയിടാന്നാണ് വിചാരിക്കുന്നത്. കാരണം ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ കാണുന്നതിനേക്കാളും ഒന്നും കൂടെ അല്ല നമ്മളത് ഹൈഡാക്കി വെക്കുന്നത്. അപ്പം ഇവിടെ ഇത്തിരി വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ കൊണ്ട് ഇടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത ഒരു ഭാഗത്ത് ഇടുമ്പോൾ അത് നല്ല വൃത്തിക്ക് അങ്ങനെ കിടന്നോളും. ആവശ്യം വരുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള പോട്ട് കാര്യങ്ങളൊന്നും ബാലൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് കറുപ്പ് കവറിൽ മണ്ണാണ് കേട്ടോ. അപ്പം അത് ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചു. ഇനി എങ്ങാനും പുതിയ പ്ലാന്റോ കാര്യങ്ങളോ വാങ്ങുകയാണെങ്കിലൊക്കെ നമുക്ക് ആ മണ്ണ് യൂസ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അവിടേക്ക് ഒന്ന് അടിച്ചു വാരിയിട്ടോ. കാരണം ആ ഒരു മൂല ഈ ഒരു പോട്ടും അതേപോലെ കുറച്ച് കവറുകളും ചാക്കുകളും ഒക്കെ കിടന്നിട്ട് ആകെ കണ്ട് അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം വൃത്തിയായി കിട്ടുകയും ചെയ്തു. ഇനി അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാസം ഹരിതകർമ്മസേന വരുമ്പോൾ കൊടുക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം മിന്നു അതിൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ട് കേട്ടോ. പാവം ഇത്തിരി വെയിലൊക്കെ ഉണ്ട് ആൾക്ക്. എന്താ പറയുക, AC-ലിരുന്നാലും വയർക്കുന്ന പറഞ്ഞൊരു ടൈപ്പ് ശരീരമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 സൈഡിൽ കൂടെ ഇങ്ങനെ തലയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ എന്തോ എൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ ഒരു കല്ല് കിടക്കുന്നുണ്ട് കേട്ടോ, ഹോളോ ബ്രിക്സ്. നമ്മുടെ മതിൽപ്പണീൻ്റെ ബാലൻസ് വന്ന കല്ലാണ്. ഒരു 3-4 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പ്ലാന്റിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വണ്ടി തട്ടാതിരിക്കാൻ, തിരിക്കുമ്പോഴൊക്കെ വണ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ചു കൊടുത്തതായിരുന്നു. അപ്പം ഇത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു കല്ലാണ് കേട്ടോ കൊടുന്ന് വെച്ചത്. പിന്നെ അതൊക്കെ അവിടെ കുറച്ച് കല്ല് വേറെ എക്സ്ട്രാ നമ്മുടെ പ്ലാന്റിൻ്റെ അവിടെ നിന്നൊക്കെ എടുത്ത് വന്നിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ ഇവിടുത്തെ മെറ്റലിൻ്റെ മേലെ കുറച്ച് ഇലയും കാര്യങ്ങളും കടലാസും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കേട്ടോ. പിന്നെ എൻ്റെ അത് അടുത്ത് കാണുന്ന പോട്ടിലിരിക്കുന്നത് ശരിക്ക് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം അതിങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ വാടിയ പോലെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനിങ്ങനെ ഇടയ്ക്ക് സൂര്യപ്രകാശം തട്ടിക്കാവും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വെക്കാൻ വേറെ ഇടമൊന്നും കാണാത്തതുകൊണ്ടാണ്. പിന്നെ ഇനിയിപ്പോൾ നല്ലൊരു പുതിയ പോട്ടൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റെയറിൻ്റെ മേലെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം ഇൻഷാല്ല. അപ്പം ഞാനിതാ ഈ പറഞ്ഞൊരു മെറ്റൽ ഞാനൊരു ആ സൈഡ് വൃത്തിയാക്കി സൈഡിലേക്ക് മാറ്റാൻ വിചാരിച്ചിട്ടാണ്. ഇതിങ്ങനെ കിടക്കുന്ന കാരണം നമുക്ക് ആ ഷൂ റാക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചെരുപ്പുകൾ വെക്കാനോ എടുക്കാനോ, പിന്നെ ഫ്രണ്ടിലാണെങ്കിലും അങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ ഒരു വൃത്തികേടും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്ത പരിപാടി തന്നെയാണ് കേട്ടോ. നമ്മുടെ മുറ്റത്തുണ്ടായിരുന്ന മെറ്റലും കാര്യങ്ങളൊക്കെ വിരിച്ചതിന് ശേഷം ബാലൻസ് നല്ല കുറച്ച് ഞാൻ മാറ്റിയിട്ടതാണ്. നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ ആവശ്യം വരികയാണെങ്കിൽ കുറച്ച് മെറ്റൽ അങ്ങനെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് മാറ്റിയിട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് അവിടെ ആദ്യം കൂട്ടിയിട്ടത്. ഇപ്പോൾ വീണ്ടും മാറ്റുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഇതുപോലെയൊക്കെ എല്ലാവർക്കും 2 ഇരട്ടിപ്പണി കിട്ടാറുണ്ടല്ലോ അല്ലേ, അതേപോലെ തന്നെയാണ് എനിക്കും ഇരട്ടിപ്പണി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം വൃത്തിയൊക്കെ വന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ആകെ കൂട്ടിയിട്ടേക്കായിരുന്നു. ഇനിയിപ്പം എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് അടിച്ചു വാരി കഴുകിയിടണം കേട്ടോ. അപ്പം മിന്നുന് ഇതാ ചെറുതായിട്ട് ആപ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് വന്നേക്കാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ അത് കഴിച്ചു കഴിയുന്നവരെ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളെ കൊണ്ടുപോയിട്ട് ഉറക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ.
അപ്പം അങ്ങനെ ഇതാ മിന്നുവിനെ ഉറക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം അടുത്ത പണി തുടങ്ങിയാണ് കേട്ടോ. അപ്പം മിന്നു ഇതാ സോസിന്റെ പാത്രമൊക്കെ ഇവിടെ കൊടുന്നിട്ട് ഇട്ടേക്കാണ് കേട്ടോ. എപ്പോൾ ഫ്രിഡ്ജ് തുറന്നാലും ആൾ ഈ ഒരു സോസിന്റെ പാത്രം എടുത്തുകൊണ്ട് വരും. ഇതിലൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടക്കൂട്ടോ. അപ്പം അത് പിന്നെ ആപ്പിൾ തിന്ന പാത്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് താഴെ തട്ടിയിട്ടിട്ടുണ്ട്. അപ്പം പിന്നെ സെറ്റിന്റെ അടിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം ഇന്നെന്തോ ഭാഗ്യത്തിന് സെറ്റിന്റെ അടിയിൽ വലിയ പ്രോബ്ലവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ദാ ഷാനന്റെ റൂമിൽ വന്നപ്പോൾ അവിടെയും അലങ്കൊലപ്പണി. കാരണം ഇതൊക്കെ ഷാന ഡെയിലി എടുത്തു വെക്കും പോലെ നീറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ. ഇതെപ്പോഴാണ് അവൾക്ക് സമയം കിട്ടാറ് പറഞ്ഞാൽ കാലത്ത് ഷാന സ്കൂൾക്ക് റെഡി ആവുന്ന സമയത്ത് മിന്നു ഇടയ്ക്കൊന്ന് നുഴഞ്ഞു കയറും. അതിനിടയിൽ അവൾ എന്ത് വേണ്ട എന്ന് പറഞ്ഞ സാധനമാണെങ്കിലും ആ ഒരു സമയത്ത് വേഗം എടുത്ത് കയ്യിൽ കൊടുക്കൂട്ടോ, ബാക്കിയുള്ള കൂടുതൽ അലമ്പിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ വലിച്ച് വാരിയിട്ടുണ്ടായിരുന്നു മിന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം പിന്നെ 2 ദിവസം കൂടുമ്പോഴാണ് തുടക്കാറുള്ളൂ. വലിയ വൃത്തികേടോ അല്ലെങ്കിൽ നമ്മുടെ നിലത്ത് എന്തെങ്കിലും പോയിട്ടുള്ള കറ പാടുകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടായിട്ട് തുടക്കും കേട്ടോ. അല്ലാതെ വേറെ വൃത്തികേടോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരിയിടും. കാരണം അടിച്ചു വാരി ഇട്ടാൽ തന്നെ ഒരു പ്രത്യേകതരം വൃത്തിയാണല്ലോ. അപ്പം പിന്നെ ആണെങ്കിലോ ഈ വൈറ്റ് ടൈലായ കാരണം മുടി ഒക്കെ ഉണ്ടെങ്കിൽ വേഗം അറിയും കേട്ടോ. കാരണം എല്ലാ വീട്ടിലും ഉണ്ടാവും, പക്ഷെ ഒരു വൈറ്റ് ടൈലാവുമ്പോൾ അതൊന്നും കൂടെ ഇങ്ങനെ എടുത്തറിയും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മുടി കെട്ടലൊക്കെ എപ്പോഴും വീടിന്റെ പുറത്ത് പോയി നിന്നിട്ടാണ് കേട്ടോ മുടി കെട്ടാറും മുടയാറും ഒക്കെ ചെയ്യുക. ഷാന അങ്ങനെ ഒരു ദിവസം ലീവൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5ഉം 6ഉം 7ഉം തവണയൊക്കെ മുടി ഇങ്ങനെ അഴിച്ച് കെട്ടി അവളുടെ ഓരോ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഹാളിൽ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ചെയ്യിടും കേട്ടോ. അപ്പം എന്തായാലും ആ മുടിയും കാര്യങ്ങളൊക്കെ വരും. കുറച്ചൊക്കെ ഞാൻ പറയും പുറത്ത് പോയി ചെയ്യുന്നൊക്കെ, പിന്നെ കണ്ണാടിയിൽ നോക്കി കെട്ടേണ്ട സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഞാനും അങ്ങോട്ട് കണ്ണടക്കാറാണ് കേട്ടോ. അപ്പൊ പിന്നെ അവളില്ലല്ലോ, സ്കൂളിൽ പോയില്ലേ. അപ്പൊ വേഗം പിന്നെ അടിച്ചു വാരാന്ന് വിചാരിച്ചു. പിന്നെ ഇതേപോലെ തന്നെ ആവൂട്ടോ. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എന്നത്തെയും പരിപാടി പാത്രം കഴുകൽ കേട്ടോ. അപ്പം ഇന്ന് രാവിലെ കുറച്ച് മടിയായിരുന്നു. വലിയ വീരവാദമൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കും ഇടയ്ക്ക് മടിയൊക്കെ വരാറുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയിൽ വിശന്നപ്പോൾ കുളിക്കണതിന് മുന്നേ തന്നെ കുറച്ച് ചോറൊക്കെ തട്ടി വിട്ടിട്ടുണ്ട്. കാരണം വിശന്ന് കഴിഞ്ഞാൽ ഞാനല്ലാതായി മാറും, അതാണ് കേട്ടോ. അങ്ങനെയല്ല, കുറച്ച് ചോറ് ഇനിയിപ്പം മിന്നു എഴുന്നേറ്റിട്ട് ലാവിഷായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ ആ ഒരു കാളിച്ച മാറാനായിട്ട് ഇത്തിരി ചോറൊക്കെ എടുത്ത് കഴിച്ച് എന്നിട്ടാണ് പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ പാത്രം കഴുകുമ്പോൾ ഇങ്ങനെ സോപ്പ് തേച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ആ കൗണ്ടർ ടോപ്പിന് മുകളിലോട്ട് വെക്കുകയോ അതോ നിങ്ങൾ ഡയറക്റ്റ് സിങ്കിൽ അങ്ങനെ ഇട്ടിട്ടാണോ കഴുകാറ്? ഞാൻ അങ്ങനെയാണ് കേട്ടോ. കാരണം സോപ്പ് ഇങ്ങനെ തേച്ചെടുക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിൽ തന്നെ ഇട്ട് വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ കഴുകിയെടുക്കാറാണ് കേട്ടോ. പിന്നെ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് വെച്ച് അവിടുന്ന് പിന്നെ സിങ്കിലോട്ട് മാറ്റി അല്ലെങ്കിൽ അവിടുന്ന് കഴുകിയെടുക്കുക അങ്ങനെയല്ല കേട്ടോ. അപ്പം ചില സമയത്ത് നമ്മൾ സോപ്പ് തേച്ച പാത്രം തന്നെ വീണ്ടും എടുത്ത് തേക്കേണ്ടൊക്കെ വരും. എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം എല്ലാ പാത്രം ഒരുമിച്ച് അങ്ങനെ സോപ്പ് ഇട്ടിട്ട് തേച്ച് കഴുകാനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല കേട്ടോ. കാരണം കുറച്ച് കുറച്ചായിട്ട് പിന്നെ വേഗം കഴുകിയെടുക്കും. അത് നമ്മുടെ കൈക്കും നല്ലതാണ് കേട്ടോ. കണ്ടിന്യൂസ് സോപ്പ് ഇങ്ങനെ കയ്യിൽ വരുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ പ്രശ്നമാണ്. സ്കിൻ അലർജിയൊക്കെ ഉള്ളവർക്ക് നല്ല പ്രോബ്ലം ആയിരിക്കും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ 4 പാത്രം ഇങ്ങനെ കഴുകി സോപ്പ് തേച്ച് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അല്ലാതെ ഫുള്ളായിട്ട് ഇങ്ങനെ സോപ്പ് തേച്ച് ആദ്യം ഇങ്ങനെ വെക്കുക പിന്നീട് ഇങ്ങനെ എടുത്ത് കഴുകുക അങ്ങനെയില്ല. അപ്പം നമ്മുടെ കൈ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റൗവും അതിൻ്റെ ആ ഒരു ഏരിയയൊക്കെ വേഗം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ളത് താഴ്ഭാഗം, അതേപോലെ ആ ഒരു സൈഡിൽ സ്റ്റാൻഡ് ഇരിക്കുന്ന നമ്മുടെ സ്പൈസൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് വെച്ചിരിക്കുന്ന ഏരിയ, അതൊക്കെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറ് ഒരു വീക്കിലി എന്നിട്ട് ചെയ്യാറുള്ളൂ. പിന്നെ സ്റ്റവ് പൊക്കിയിട്ട് അതിൻ്റെ താഴ്ഭാഗമൊക്കെ, അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാറാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ബർണർ കാണുന്നുണ്ടാവും, അതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ട് ആകെ ബോറായിട്ടുണ്ട് അല്ലേ. അപ്പം ഇൻഷാല്ല ഒരു സ്പ്രേ പെയിൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിനടിച്ചു കൊടുക്കണം. അത് നമുക്ക് അതിന്മേന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷമൊക്കെ കൊടുന്ന് വെക്കാം. അപ്പം ഇതിപ്പോൾ ഗ്ലോസി ആണോ അതോ എന്താ പറയുക
മാറ്റ് ഫിനിഷ് ആണോ ഒന്നും അറിയില്ല കേട്ടോ. ജസ്റ്റ് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അൽഹംദുലില്ലാ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫുള്ള് മടക്കി വെച്ചു കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ നീറ്റായി. ഇപ്പം അയലും ഇല്ല കേട്ടോ, കാരണം പിന്നെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടില്ല. ഇനിയിപ്പം ഇന്നോ അല്ലെങ്കിൽ നാളെ, കാരണം ഇന്ന് എന്തായാലും ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം ഷാനാൻ്റെ യൂണിഫോം വേണമല്ലോ, 2 ദിവസം 2 ജോഡിയുള്ള കാരണം എന്തായാലും ഇന്ന് വേണം കേട്ടോ. അപ്പം പിന്നെ നാളെ ഇപ്പം ഷാനാക്ക് ഇനി എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നാളെ മലയാളമാണ്. അപ്പം ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞ് ഇനിയൊരു വെക്കേഷൻ കൂടി വരുന്നുണ്ട് അല്ലേ. നമുക്കെന്ത് വെക്കേഷൻ, മദ്രസ ഉള്ളതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.